ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് സ്വർഗം എന്നുള്ളത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു? ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നു. അതായത് ദൈവം ഒരു മനുഷ്യൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ് സ്വാതന്ത്ര്യം. ആ മനുഷ്യൻ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ അവന് തിരഞ്ഞെടുക്കാനുള്ള ഒരു യോഗ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യൻ്റെ മുന്നിൽ വച്ചിരിക്കുകയാണ് സ്വർഗവും നരകവും, അതായത് ജീവനും മരണവും. ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ഇത് നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിപരമായി അറിഞ്ഞിട്ടുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ലഭിച്ചുള്ള ഏതൊരു വ്യക്തിയും ഈ സ്വർഗം ലക്ഷ്യമാക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അതായത് വയലിൽ ഒളിച്ചിട്ടിരിക്കുന്ന ഒരു വലിയൊരു നിധിയോട് സദൃശ്യമാണ് സ്വർഗരാജ്യമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, അതായത് സ്വർഗരാജ്യത്തിൻ്റെ വില മനസ്സിലാക്കിയൊരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വലിയ നിധി സ്വന്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കണം സ്വർഗം എന്നുള്ളത്. സ്വർഗരാജ്യത്തിൽ എത്തുക, സ്വർഗരാജ്യം പ്രാപിക്കുക, സ്വർഗം സ്വന്തമാക്കുക എന്നുള്ളത് സ്വർഗത്തെ ഒരു വലിയ നിധിയായി കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ അവർ കർത്താവിനെ പ്രതി രക്തസാക്ഷികളായത്, അവർ പീഡകൾ സഹിച്ചത്, അവർക്ക് ലാഭമായിരുന്ന സകലവും ഛേദമെന്ന് എണ്ണിയത് ഈ സ്വർഗത്തെ പ്രതിയാണ്. അതിനെക്കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസിന് പറയുകയാണ്, തനിക്ക് ലാഭമായിരുന്ന സകലതും ദൈവരാജ്യത്തെ പ്രതി, കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി എല്ലാം ചവറെന്നെണ്ണി, ഛേദമെന്നെണ്ണി. വീണ്ടും അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം വലിയ പ്രത്യാശ, എൻ്റെ പൗരത്വം ഈ ഭൂമിയിലല്ല, ഇത് താൽക്കാലികമായ ജീവിതമാണ്. ഈ ഭൗമഭവനം വിട്ട് നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഈ ലോകത്തിലെ ജീവിതം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതായത് ഇവിടെ നാം താൽക്കാലിക ജീവിതമാണ്. സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഒരു വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും, അവൻ എന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കും, അവൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഒരു വിശ്വാസത്തിൽ ഏറ്റവും വലിയ പ്രത്യാശയാണ് സ്വർഗം എന്നുള്ളത്. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ വ്യക്തമായ ധാരണ എന്താണ്? പലർക്കും സ്വർഗരാജ്യത്തെക്കുറിച്ച് പല പല തെറ്റായ ധാരണകളുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് നാം വ്യക്തിപരമായി തിരിച്ചറിയുമ്പോൾ ഈ സ്വർഗം സ്വന്തമാക്കാൻ നാം വലിയ വില കൊടുക്കാൻ തയ്യാറാകും. അതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തത്. യേശുക്രിസ്തുവിനെക്കുറിച്ചും നിത്യമായ സ്വർഗരാജ്യത്തെക്കുറിച്ചും ബോധ്യം ലഭിച്ച വിശുദ്ധന്മാർ അവർ തൻ്റെ ജീവനെ പോലും ഉപേക്ഷിക്കാൻ, രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായി. കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള അവരുടെ വലിയ ബോധ്യമായിരുന്നത്. സ്വർഗത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു,
നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ. മോശയുടെ പ്രാർത്ഥനയാണ് നിന്റെ വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, വിശുദ്ധ വാസസ്ഥലമാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും 1 രാജാക്കന്മാർ 8:30 പറയുന്നുണ്ട്, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കും. വീണ്ടും ഒരു വാക്യം കൂടി 2 ദിനവൃത്താന്തം 30:27 അവിടെ വചനം പറയുകയാണ്, ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു, അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസമായ വാസസ്ഥലമാണ് എന്ന് കർത്താവിന് വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വീണ്ടും സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനമാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6:1 ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. അതായത് ഇവിടെ വചനം പറയുകയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. വീണ്ടും അപ്പോസ്തലപ്രവൃത്തികൾ 7:49 കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. അപ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ് എന്ന് ദൈവം തന്നെ കൽപ്പിക്കുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 7:15 അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. വെളിപ്പാടിൻ്റെ പുസ്തകത്തിലും കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആ സിംഹാസനത്തിന് മുമ്പിൽ രാപ്പകൽ ആരാധിക്കുന്നതായി ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന രഹസ്യമാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഈ സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ വാസസ്ഥലമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14:2-3 വചനം കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളെ എന്ന് പറയുന്നത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെയാണ്. അപ്പോൾ വിശുദ്ധന്മാരുടെ വാസസ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, ദൈവത്തിൻ്റെ സിംഹാസനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യസ് 5:1 അവിടെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ആ സത്യം ആവർത്തിച്ച് പൗലോസ് ശ്ലീഹ സ്ഥാപിക്കുകയാണ്. കൈപ്പണിയില്ലാത്ത നിത്യമായൊരു ഭവനം, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ ആ സ്ഥലത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതായത് ഈ ഭൗമഭവനം വിട്ട് നിത്യമായ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ട് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 7:9 ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രത്തിലും വംശങ്ങളിലും ഭാഷയിൽ നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്ന ഞാൻ കണ്ടു. യോഹന്നാൻ ശ്ലീഹ കാണുന്ന ഒരു ദർശനമാണ്. സ്വർഗത്തിൽ ഇതാ വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം
അതായത് സ്വർഗത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അത് ദൈവം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനമായ ആ സ്വർഗം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വാസസ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് മരണം വഴി മാറ്റപ്പെട്ടാൽ ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ രക്തത്താൽ പാപമോചനവും നിത്യരക്ഷയും പ്രാപിച്ചൊരു വിശ്വാസിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നിത്യമായ സ്വർഗം. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണമാണ്. യേശുവിൻ്റെ രക്തത്താൽ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്ന മഹാപുരുഷാരത്തിൽ ഒരു വ്യക്തിയായി ഞാൻ തീരുമ്പോൾ മാത്രമാണ് എനിക്ക് സ്വർഗം അവകാശമാക്കാൻ സാധിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത്, നിത്യരക്ഷ എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒന്നാണ്. അതാ വചനം പറയുന്നു, ഇതാ സ്വർഗവും നരകവും ജീവനും മരണവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. എന്നാൽ ഇന്ന് നാം ഏറ്റവും കൂടുതൽ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണോ? ഈ ഭൂമിയിൽ നമുക്ക് ഭൗമികമായ സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ ഈ ലോകം താൽക്കാലികമാണ്. ഈ ലോകം വിട്ടുപിരിഞ്ഞ് ഒരിക്കൽ ഈ ലോകത്ത് നിന്ന് നാം യാത്രയാകേണ്ടവരാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ മരണത്തിലൂടെ നിത്യമായൊരു ജീവിതത്തിലേക്ക് ജനിച്ചു വീഴുകയാണ്. അവിടെ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം പ്രാപിപ്പാൻ നാം എത്രമാത്രം വില കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരെല്ലാം ലാഭമായിരുന്ന സകലവും ഛേദമെന്നെണ്ണി അവരുടെ ഈ ലോകത്തിലെ വലുതെന്ന് അവർ കണ്ടതെല്ലാം യേശുക്രിസ്തുവിനെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി അവർ ഛേദമെന്നെണ്ണി എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിച്ചവരായിരുന്നു. ഈ പ്രത്യാശ ഇന്ന് നമുക്കുണ്ടോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. യേശു വെളിപ്പെടുത്തുന്ന സ്വർഗം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നാം കണ്ടാൽ ആ സ്വർഗത്തിൽ പോകാൻ നമുക്ക് വലിയ വാഞ്ചയുണ്ടാകും. നമ്മൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് പോകുന്നത്. ചില സ്ഥലങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും പോകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ കണ്ണിന് അത്ഭുതമായ ചില സ്ഥലങ്ങൾ, അവിടെ നമുക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ആഗ്രഹമുണ്ടാകും. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഈ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വാഞ്ച ഒരു വിശ്വാസിക്കുണ്ടാകും. ഇന്ന് പലപ്പോഴും നമുക്ക് സ്വർഗത്തെക്കുറിച്ച് വലിയൊരു ബോധ്യം ലഭിക്കാത്തതുകൊണ്ട് സ്വർഗത്തിൽ പോകാനോ അതിനുവേണ്ടി വില കൊടുക്കാനോ ആരും തയ്യാറാകുന്നില്ല. എന്നാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്നവനായ കർത്താവായ യേശുക്രിസ്തു അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സ്വർഗം എന്താണെന്ന് കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ യോഹന്നാൻ ശ്ലീഹ കണ്ട ആ സ്വർഗം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നാം ഇപ്പോൾ കാണുന്നുവെങ്കിൽ ഈ സ്വർഗരാജ്യം എന്തു വില കൊടുത്തും നാം സ്വന്തമാക്കും. സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഇങ്ങനെയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും അഴിഞ്ഞുപോയി, സമുദ്രവും ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. വീണ്ടും 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും,
ദൈവം താൻ അവർക്ക് ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അതായത് സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നത്, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇവിടെ പുതിയ ജെറുസലേമിനെ കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുന്നൊരു സംഭവമാണ്. അതായത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ പർദീസ, പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ പർദീസ, അതായത് ദൈവം വീണ്ടെടുത്ത പർദീസ, മനുഷ്യന് ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയായി, പുതിയ ജെറുസലേമായി, ഒരു പുതിയ നഗരമായി ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്തിരിക്കുക. ആദം മുഖാന്തരം പാപം ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടു പോയ പർദീസ, ഇതാ ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, അത് പുതിയ യെരുശലേം എന്ന് ഇവിടെ യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ആ സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു, മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനം ആയിരിക്കും, ദൈവം താൻ അവർക്ക് ദൈവമായി അവരോട് കൂടെയിരിക്കും. അതായത് നിത്യമായി ദൈവത്തോടു കൂടെ നിത്യമായി ജീവിക്കുന്ന ഒരു വാസസ്ഥലമായിട്ട് സ്വർഗത്തെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. ഇനി സ്വർഗത്തിൻ്റെ മനോഹാരിത എത്ര അതിശയകരമാണെന്ന് ഈ അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥലിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു, സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്താൻ കഴിയുന്ന യേശുക്രിസ്തുവിന് മാത്രമാണ്. സ്വർഗത്തിൽ വസിക്കുന്നവനായ, സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സ്വർഗം എന്താണെന്ന് വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതാ യോഹന്നാൻ ശ്ലീഹായ്ക്ക് യേശു വെളിപ്പെടുത്തുകയാണ്. ആത്മവിവശനായ യോഹന്നാൻ ശ്ലീഹായെ ഇതാ ഒരു വൻ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് യെരുശലേം എന്ന വിശുദ്ധ നഗരം, അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. രത്നം കൊണ്ടുള്ള ഒരു കൊട്ടാരം പോലെ സ്വർഗത്തെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. വീണ്ടും അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഈ സ്വർഗം എങ്ങനെയാണ്. അതിന് പൊക്കമുള്ള വൻ മതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ യെരുശലേം എന്ന പുതിയ പട്ടണം, അല്ലെങ്കിൽ കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം എങ്ങനെയാണ്? അത് 12 ഗോപുരങ്ങൾ, 12 ദൂതന്മാർ, 12 ഗോത്രങ്ങളുടെ പേര് കൊത്തിയ ഗോപുരങ്ങൾ. വീണ്ടും അതിന് 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം ഒരു രത്നത്തിൽ പൊതിഞ്ഞ ഒരു കൊട്ടാരം പോലെ ഒരു സ്ഥലം യോഹന്നാൻ ശ്ലീഹായ്ക്ക് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും ആ നഗരത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. അടിസ്ഥാനങ്ങൾ മുഴുവൻ രത്നമാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 19 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരക്തം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത്
നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡ്യൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. അതായത് 12 തരം രത്നം കൊണ്ട് അടിസ്ഥാനം അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് രത്നത്തിൽ പൊതിഞ്ഞ, രക്തത്തിൽ കൊത്തിയെടുത്ത ഒരു കൊട്ടാരം പോലെ സ്വർഗത്തെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. വീണ്ടും ഈ നഗരത്തിൻ്റെ വീതിയെക്കുറിച്ച്, അതിൻ്റെ വഴികളെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും. നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. അതായത് തങ്കം കൊണ്ട് പൊതിഞ്ഞ വഴികൾ, വീതികൾ. അപ്പോൾ ആ ഒരു കൊട്ടാരം പോലെ, രത്നത്തിൽ പതിഞ്ഞ, രക്തത്തിൽ കൊത്തിയെടുത്ത ഒരു കൊട്ടാരം പോലെ സ്വർഗത്തെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. അവിടെ രാത്രിയില്ല, അവിടെ എല്ലാ സമയവും പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതായി, ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കുന്നതായിട്ട് യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. അതിൻ്റെ 11ാമത്തെയും 23ാമത്തെയും വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു, അതിൻ്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്ത കല്ലിനും ഒപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം. വീണ്ടും 23ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു. അപ്പോൾ സ്ഫടികം പോലെ ഇരിക്കുന്ന രക്തത്തിൽ ദൈവ തേജസ് പ്രകാശിക്കുമ്പോൾ അവിടെ രാത്രിയില്ല. അതിന് പറയുകയാണ് 22ാം അധ്യായം 5ാം വാക്യത്തിൽ പറയുകയാണ്: ഇനി രാത്രി ഉണ്ടാകിയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതായത് രാജകൊട്ടാരത്തിൽ രാജാവായി വസിക്കുന്നത് പോലെ വസിക്കാൻ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇനി വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ്: ഇത് സദാസമയം തുറന്നിരിക്കുന്ന ഗോപുരങ്ങളാണ്, അതിന് വാതിലില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് അതിൻ്റെ വാതിൽ. യേശു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. വചനം പറയുന്നു, ഈ സദാസമയം തുറന്നിരിക്കുന്ന ഗോപുരങ്ങൾ, വാതിലുകൾ അടഞ്ഞു കിടക്കാത്ത ഒരു സ്ഥലമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. വെളിപ്പാടിൻ്റെ പുസ്തകം 21ാം അധ്യായം 25ാമത്തെ വാക്യത്തിൽ പറയാണ്: അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കിയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. വീണ്ടും 27ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കിയില്ല. എപ്പോൾ വേണമെങ്കിലും ആർക്കും പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കണ്ടീഷനുണ്ട്. വചനം പറയുകയാണ്: കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്ന ആരും അതിൽ കടക്കില്ല. ഈ വലിയ രത്നങ്ങൾ കൊണ്ട് പൊതിഞ്ഞ, തങ്ക നിർമ്മിതമായ, വീതി സ്വച്ഛ സ്ഫടിക തുല്യമായ ആ സ്വർഗീയ ഭവനത്തിൽ, ആ സ്വർഗീയ കൊട്ടാരത്തിൽ പ്രവേശിക്കുവാൻ അതിൻ്റെ വാതിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ വ്യക്തികൾക്ക് മാത്രമാണ് യേശുവാകുന്ന ആ വാതിലിലൂടെ ആ നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ. ആ സ്വർഗീയ ഭവനത്തിൻ്റെ ഗോപുരങ്ങൾ സദാസമയം തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 20ാമത്തെ വാക്യം: ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരണമേ എന്ന് യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്കിത് സാധിക്കുമോ? യേശുവേ അവിടുന്ന് വേഗം വരണമേ, അങ്ങയുടെ വരവിനായി ഞാൻ ആഗ്രഹിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ ഭൗമലോകത്തു നിന്ന് കൈപ്പണിയില്ലാത്ത നിത്യമായ സ്വർഗീയ കൊട്ടാരത്തിലേക്ക്, ആ സ്വർഗീയ ഭവനത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവേ നീ വേഗം വരുമെന്നുള്ളതാണ്. ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. അവരെന്തിനാണ് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നത്?
അവർക്ക് സ്വർഗത്തെക്കുറിച്ച് വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. സ്വർഗം എന്താണെന്ന് അവരുടെ വിശ്വാസത്തിൽ കണ്ണുകൊണ്ട് അവർ കണ്ടിരുന്നു. ഈ ഭൂമിയിൽ രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനയുണ്ട്, കഷ്ടതയുണ്ട്. എന്നാൽ വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത നിത്യസന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, ആ സ്വർഗീയ കൊട്ടാരത്തിലേക്ക് ദൈവം നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ആ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഒരേ ഒരു വഴി, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമുക്കൊരു തീരുമാനമെടുക്കാം. യേശു ക്രിസ്തു മുഖാന്തരം അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ അവൻ്റെ വാസസ്ഥലമായ, അവൻ്റെ സിംഹാസനമായ, വിശുദ്ധന്മാരുടെ വാസസ്ഥലമായ ആ സ്വർഗരാജ്യം, ആ വീതി സ്വച്ഛ സ്ഫടിക തങ്ക തുല്യനിർമ്മിതമായ ആ വലിയ രാജാവിൻ്റെ കൊട്ടാരം പോലെ മനോഹരമായ ആ സ്വർഗഭവനത്തിൽ നിത്യം ദൂതന്മാരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ഈ കർത്താവിൻ്റെ ആരാധിക്കാൻ തക്കവണ്ണം വെള്ള നിലയങ്കി അണിഞ്ഞ് കയ്യിൽ കുരുത്തോലയുമായി കർത്താവിനെ ആരാധിക്കാൻ തക്കവണ്ണം ആ കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, പുതിയ യെരൂശലേമാകുന്ന ആ സ്വർഗീയ ഭവനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, വേദനകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത നിത്യസന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പറുദീസയായ ആ സ്വർഗീയ ഭവനത്തിൽ കർത്താവെ നിന്നോട് കൂടെ ആനന്ദം അനുഭവിക്കുവാൻ, വിശുദ്ധരോടുകൂടെ, മാലാഖമാരോടുകൂടെ നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിക്കേണ്ടതിന് ഞങ്ങളെല്ലാവരും നിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പിതാവെടുത്ത് പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് മുഖാന്തരം നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകലതും ഛേദമെന്നെണ്ണി സ്വർഗമാകുന്ന ദിവ്യമായ ആ നിധി സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതകളെ, കർത്താവിനെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പരിശുദ്ധാത്മാവ് മാത്രം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.